അങ്ങനെ ഞാൻ ചെറുതായിട്ടൊന്ന് നന്നാവാൻ തീരുമാനിച്ചു. ജിമ്മിൽ പോയി ട്രെയിനറിൻ്റെ മുമ്പിൽ ആളാവാൻ വേണ്ടി ഹെവി വെയിറ്റ് ഒക്കെ പൊക്കി വീട്ടിലെത്തിയപ്പോഴത്തേക്ക് എനിക്ക് പൊങ്ങാൻ വയ്യാത്ത അവസ്ഥയായി കേട്ടോ. എന്താണെങ്കിലും വീട്ടിലെത്തിയപ്പോൾ വല്ലാത്ത വിഷമമായതുകൊണ്ട് തന്നെ ആകെ മൊത്തം കൺഫ്യൂഷൻ. ഇനി ഒരു സത്യം പറയട്ടെ, ഇത് കൺഫ്യൂഷനല്ല കേട്ടോ. ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല ഈ ഒരു ഡയറ്റിന്. അതുകൊണ്ട് തന്നെ ഒരു സാധനങ്ങളും ഞാൻ വാങ്ങി വെച്ചിട്ടുമില്ല. എന്താണെങ്കിലും ആകെ വീട്ടിലുണ്ടായിരുന്നത് ഓട്സ് ആയിരുന്നു. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ ഒരു ഓട്സ് പാലിട്ട് കലക്കി കുടിക്കുന്നതിനാണോ ഇത്രയും വലിയ ഷോഫൻ? അല്ല, എനിക്കാണെങ്കിൽ പുട്ട് തിന്നാൻ വല്ലാത്തൊരാഗ്രഹം. എങ്കിൽ പിന്നെ ഓട്സ് വെച്ച് പുട്ടുണ്ടാക്കിയാൽ ആദ്യം ഞാൻ വിചാരിച്ചത് ബ്രോക്കൺ വീറ്റ് വെച്ച് പുട്ടുണ്ടാക്കാമെന്നാണ്. പിന്നെ എനിക്ക് മനസ്സിലായി അത് ഉപ്പുമാവായി മാറുമല്ലോ. അങ്ങനെയാണ് ഞാൻ ഓട്സിലേക്ക് എത്തിയത്. സത്യം പറഞ്ഞാൽ ഇതെൻ്റെ സ്വന്തം ഐഡിയ ആണെന്ന് പറഞ്ഞ് ഞാൻ യൂട്യൂബ് തുറന്നു നോക്കിയപ്പോഴല്ലേ ഞാൻ എനിക്ക് പറ്റിയ അമ്പിളിയെക്കുറിച്ച് മനസ്സിലാക്കിയത്. ഇത് ഓൾറെഡി ട്രെൻഡിങ് ആയതാണ്. യൂട്യൂബിൽ കുക്കിംഗ് വീഡിയോ അധികം കാണാത്ത എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരുപാട് വൈകിപ്പോയെന്ന് അപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. ഇതെന്താണെങ്കിലും സംഭവം കിടിലാണ് കേട്ടോ. വിത്തിൻ 5 മിനിറ്റ് നമുക്ക് പുട്ട് റെഡിയാക്കി എടുക്കാം. ആദ്യം കുറച്ച് ഓട്സ് എടുക്കുക, അത് മിക്സിലിട്ട് അടിക്കുക. അതിനുശേഷം പിന്നെ എടുക്കുക, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. പിന്നെ ഉപ്പിടാൻ മറന്നു പോകരുത്, കാരണം എനിക്ക് പറ്റുന്ന അബദ്ധങ്ങൾ നിങ്ങൾ ആവർത്തിക്കരുത്. അതിനുവേണ്ടിയാണ് കേട്ടോ പറഞ്ഞു തരുന്നത്. അതിനുശേഷം നല്ല രീതിയിലൊന്ന് പുട്ടിനെ നനച്ചെടുത്തതിന് ശേഷം വീണ്ടും പൾസിലിട്ടൊന്ന് അടിച്ചെടുത്താൽ നമ്മുടെ പുട്ടിനുള്ള ബാറ്റർ അല്ല പുട്ടിനുള്ള പൊടി റെഡിയായി കഴിഞ്ഞു. അങ്ങനെ ജിമ്മിന് പോയപ്പോൾ വാങ്ങിച്ചുകൊണ്ട് പഴവും പിടിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. പുട്ടിന് ആവി വരുന്ന നോക്കി, പുട്ടിന് ആവി വന്നില്ല ഗൈസ്. അങ്ങനെ അവസാനം ആവിയും വന്നു. എന്താണെങ്കിലും ഞാൻ പണ്ട് ചെയ്യുന്ന ഒരു സ്ഥിരം പരിപാടിയായിരുന്നു. പുട്ടിന് ആവി വന്ന ഉടനെ അതെടുത്തത് ആ പാത്രത്തിലോട്ട് തട്ടും. എന്താണെങ്കിലും അതിനി ആവർത്തിക്കരുതെന്ന് അമ്മ പറഞ്ഞത് പ്രകാരം കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നല്ല ആവി പറക്കുന്ന പുട്ട് ഞാൻ ആ പാത്രത്തിലേക്ക് തട്ടി കേട്ടോ. എന്താണെങ്കിലും ഇന്ന് പൊടിഞ്ഞു പോയിട്ടില്ല, നല്ല ഷേപ്പിലൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ടാണെന്ന് അറിയില്ല. അങ്ങനെ ആ പാത്രത്തിലേക്ക് എടുത്ത പുട്ടും അതിനൊക്കെ തന്നെ പഴവും പിന്നെ എൻ്റെ ഒരു മെയിൻ കോംബോ ആണ് കേട്ടോ. ഇതുപോലെ എന്തെങ്കിലും അല്ല, മെയിനായിട്ട് ചിപ്സ് ഇതുപോലെ ഇട്ട് കഴിക്കുക. അതിൻ്റെ കൂടെ നല്ല അടിപൊളി കടിഞ്ചായും. എന്താ കോമ്പിനേഷൻ!